1967 വിപ്ലവാനന്തര ചൈനയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇളക്കിമറിച്ച സാംസ്കാരിക വിപ്ലവം ആഞ്ഞടിക്കുന്ന നാളുകളായിരുന്നു അവ. കേന്ദ്ര ആസ്ഥാനത്തിനെതിരെ ബോംബ് വർഷിക്കുക എന്ന മാവോയുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ചൈനയിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയ ദിനങ്ങൾ. ഭിന്നിച്ചുമാറിയ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും സാംസ്കാരിക വിപ്ലവം ചലനങ്ങളുണ്ടാക്കി. പാർലമെന്ററി പാത സ്വീകാര്യമല്ലെന്നും സായുധ വിപ്ലവമാണ് ഏക പോംവഴിയെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ചൈനയുടെ വഴിയാണ് തങ്ങളുടേതും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ നക്സൽബാരി, ഖാരിബാരി, ഫാൻസിഡേവ എന്നീ പ്രദേശങ്ങളിലെ കർഷക തൊഴിലാളികളായ സന്താൾ വർഗ്ഗക്കാർ അവിടുത്തെ ജോട്ടേദാർമാർക്കെതിരെ സായുധ കലാപം നടത്തിയതാണ് തുടക്കം. 1967 കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി മന്ത്രിസഭ അധികാരത്തിലേറി. ഭിന്നിപ്പിന് ശേഷം ആദ്യമായി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് അധികാരം ഏറ്റെടുത്ത ആ വർഷം തന്നെയാണ് കേരളത്തിലും തീവ്രവാദി പ്രസ്ഥാനം നാമ്പെടുത്തത്. മാവോ ചിന്തയും സാംസ്കാരിക വിപ്ലവവും നക്സൽബാരിയും അവർക്ക് ഉത്തേജനം പകർന്നു. നക്സൽബാരിയാണ് ഇന്ത്യയുടെ പാതയെന്ന് പ്രഖ്യാപിച്ച പീപ്പിൾസ് ഡെയിലിയുടെ രേഖ അവർക്ക് മാർഗദർശകമായി. കുന്നിക്കൽ നാരായണൻ, ഭാര്യ മന്ദാകിനി, മകൾ അജിത, ഫിലിപ്പ് M. പ്രസാദ്, KP നാരായണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാവോ ചിന്ത പ്രചരിപ്പിക്കാനും നക്സൽബാരിയുടെ സന്ദേശം വ്യാപിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മിനിമം വേജസ് ആക്ട് പ്രകാരം കേരള ഗവൺമെന്റ് ബീഡി സിഗാർ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ബീഡി